ഈ ആര്യന്മാരായിരുന്നു ലോകത്തിലെ ഏറ്റവും ശാരീരിക ഘടന കൊണ്ടും ബുദ്ധി കൊണ്ടും ഏറ്റവും ഉന്നതിയിലുള്ളവർ. ഈ ആര്യന്മാരാണ് ജർമ്മനിയിലെ വൈറ്റ് ആൾക്കാർ എന്നും പറഞ്ഞാണ് ആ ആര്യൻ സുപ്രമസിയെ ഒരു ബ്രാൻഡാക്കി നടന്ന ആളാണ് ഹിറ്റ്ലർ. ഇതാണ് അക്കാലത്ത് രൂപപ്പെട്ട ഒരു ആര്യൻ ഇൻവേഷൻ. ഇതിൻ്റെ നമ്മൾ ഈ സംസാരിക്കുന്ന 21ാം നൂറ്റാണ്ടിൽ ലോകത്തെ എല്ലായിടത്തും ഈ ആര്യൻ ഇൻവേഷൻ തിയറിയോ ആര്യൻ എന്നുള്ള പ്രയോഗത്തിന് തന്നെ ഒരു അക്കാഡമിക് സർക്കിളിൽ ഇതിനെ അങ്ങ് തള്ളിയിട്ടുണ്ട്. ഇതിപ്പോഴും ചർച്ച ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണ്. ഇതിനെ ഒരു ഒതന്റിക് ആയിട്ടുള്ളൊരു തിയറി ആയിട്ട് കൊണ്ടു നടക്കുന്നത് നമ്മുടെ ആൾക്കാരാണ്. ഇതിന് കാരണം വെച്ചാൽ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ്. ഇത് പല രാഷ്ട്രീയക്കാർക്കും, ഒന്ന് ഹിന്ദു വിരുദ്ധരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഈ ഹിന്ദു മതം എന്ന് പറയുന്നത് ഭാരതത്തിൽ ഉത്ഭവിച്ച സംഗതിയല്ല, അത് ഇമ്പോർട്ടഡ് സംഗതിയാണ് എന്ന് പറഞ്ഞ് വാദിക്കാൻ വേണ്ടി അവർക്ക് പിന്നെ ഈ തമിഴ് ദേശീയവാദികൾക്ക് അവരാണ് ഇവിടുത്തെ യഥാർത്ഥ അവകാശികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തമിഴ് ഭാഷയുടെ ആ ചരിത്രം പറഞ്ഞപ്പോഴുണ്ടായ കമൻറ്റുകൾ, അത് കാരണം ഇവരൊക്കെ ഇത് ലൈവായിട്ട് ഈ ഒരു ചർച്ചയെ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ആര്യൻ ഇൻവേഷനേ ഇല്ല അല്ലെങ്കിൽ ആര്യന്മാരെ ഇല്ല എന്നുള്ളതൊന്നുമല്ല. ഒന്ന് ആര്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ നോബിൾ എന്നുള്ള, നമ്മൾ ഈ പ്രമാണിമാരെന്നൊക്കെ പറയുന്നത് പ്രമാണി എന്നുള്ളതല്ല, ഒരു നോബിൾ വംശം, ശ്രേഷ്ഠൻ, ആ ഒരു വംശം, ആ ഒരു ഇതാണ് ആര്യൻ എന്നുള്ള വാക്കിൽ വരുന്നത്.